ബേബിയാ അവിടുത്തൊക്കെ കൈ പിടിച്ചിട്ട് ഒരവശം എടുത്താ തോണ്ടി ഇതാ വന്നിരിക്കുന്നു ഫുഡുമായിട്ട്. നല്ല ഭംഗിയുണ്ടല്ലേ, കാണാന് കുഞ്ഞുടുപ്പ്. ഹലോ ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷംലി സാം. അങ്ങനെ അൽഹംദുലില്ലാ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. വീണ്ടും ഇതാ ഒരു പെൺകുഞ്ഞു കൂടെ ജനിച്ചിരിക്കുകയാണ്. വെള്ളക്കുട്ടി ഒരു താത്ത, കുഞ്ഞി താത്തയ്ക്കണ്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് ആവാൻ പോവുകയാണെന്ന്. അത് പെട്ടെന്ന് ആ വീഡിയോ ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടാൻ തന്നെ കാരണം എനിക്കറിയാം അത്രയും പേരുടെ പ്രാർത്ഥന ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ തലേ ദിവസം വയ്യാഞ്ഞിട്ടോ അതെങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ആ വീഡിയോ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്തത്. വിചാരിച്ച പോലെ തന്നെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരും മോശമായിട്ടോ നെഗറ്റീവായിട്ടോ ഒരാൾ പോലും കമൻറ്റ് ചെയ്തിട്ടില്ല. ഷംലി മോളെ സുഖമായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ബേജാറാവണ്ട, ടെൻഷൻ ആവണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥന പോലെ തന്നെ അൽഹംദുലില്ലാ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയത് ഒരു 10:30 ആയിക്കണ്. 10:30 ആയപ്പോൾ ഇവിടെ എത്തി. ഒരു 11 ഒക്കെ ആകുമ്പോഴാണ് സൂട്ട് റൂമിലേക്ക് കയറുന്നത്. അത് കഴിഞ്ഞു. പിന്നെ പെയിന് വരാൻ തുടങ്ങിയത് തന്നെ ഏകദേശം 4 മണിയൊക്കെ കഴിക്കണം. അപ്പോഴേ ഡോക്ടർ പറഞ്ഞിരുന്നു ഒരുപാടൊന്നും പോവില്ല, പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാവും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. വിചാരിച്ച പോലെ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഡെലിവറിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. നിങ്ങളെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അടുത്ത് നന്ദി പറയുകയാണ് ആദ്യം തന്നെ എല്ലാവരുടെ പ്രാർത്ഥനയ്ക്കും. അതോടൊപ്പം തന്നെ പിന്നെ എടുത്ത് പറയാനുള്ളത് എൻ്റെ ഫാമിലീൻ്റെ ഒരു സപ്പോർട്ടാണ് കേട്ടോ. ഇപ്പോൾ എന്നെ ഇവിടെ വന്നപ്പോൾ നേരെ ലേബർ റൂമിലേക്കാണ് ആദ്യം കയറ്റിയത്. അപ്പോൾ ലേബർ റൂമിൽ കയറ്റിയപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ഒരു മണിക്കൂറോളം കിടന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാനും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കാനും വേണ്ടിയിട്ട്. അതിനുശേഷം സ്യൂട്ടിലേക്ക് മാറ്റാമെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു 1 അവർ തന്നെ സത്യം പറയാമല്ലോ, ആ തൊട്ടടുത്ത് കിടക്കുന്നവരുടെ ആ ഒരു കരച്ചിലും ഇതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ വന്നു തുടങ്ങിയിരുന്നു. അതുവരെയുള്ള ധൈര്യമൊക്കെ ചോർന്നു തുടങ്ങിയിരുന്നു. അത് സെക്കൻഡ് പ്രഗ്നൻസി ആയിട്ട് പോലും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തന്നത്, എൻ്റെ അടുത്തൊന്ന് ഡിസ്ട്രാക്റ്റ് ആയിപ്പോയി. ലേബർ റൂമിലെ കാര്യം അല്ലേ. ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സാമൊക്കെ വരും എന്ന്. പക്ഷെ ഞാനും അതുതന്നെ വിചാരിച്ചത് സൂട്ട് റൂം ബുക്ക് ചെയ്യുമ്പോൾ, കാരണം ഹസ്ബൻഡിന് ഒപ്പം നിൽക്കാനും വേണ്ടിയിട്ടാണല്ലോ കൂടുതലായിട്ട് ഇത് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ബുക്ക് ചെയ്ത സ്ഥിതി ആളെന്തായാലും വരുന്നുണ്ടാവുന്നു. പക്ഷെ കുറേ തലേന്ന് വരെ പ്രതീക്ഷിച്ച് വന്നില്ല. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തിനാണിത്, വേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ലേബർ റൂമിൽ എല്ലാവരും കോമൺ ആയിട്ടല്ലേ, അപ്പം അത് കാണുമ്പോൾ നമുക്കും ടെൻഷനല്ലേ. അപ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്ക് എന്നല്ല, നമ്മൾ വേറൊരു സെപ്പറേറ്റ് റൂം, അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് 1-2 പേർക്ക് മാത്രമേ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ്. അത്രയും പേര് ചുറ്റും നിൽക്കുകയാണ്, എല്ലാവരും ഫുള്ള് സപ്പോർട്ടായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടെൻഷൻ അത് ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിക്കണം കേട്ടോ. കാരണം ഒറ്റയ്ക്ക് ലേബർ റൂമിൽ ഫാമിലിയൊന്നും കടക്കാൻ പറ്റാതെ കിടക്കുന്നതും ഈ ഒരു സിറ്റുവേഷനും രണ്ടാണ്. അപ്പോൾ അതിന് ആദ്യം നമുക്കെന്നോട് നന്ദി പറയണം. കാരണം അങ്ങനെ ഒരു സൂട്ട് റൂം നമുക്ക് തരപ്പെടുത്തി. ഞാൻ കുറേ പറഞ്ഞതാണ് വേണ്ട, നിങ്ങൾ വരാത്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷെ വേണ്ട, ബെസ്റ്റായിട്ട് എന്തെങ്കിലും നിനക്ക് വേണമെന്ന് നിർബന്ധിച്ചിട്ട് എടുക്കുന്നതിനായിരുന്നു. എന്തായാലും അതുകൊണ്ട് നല്ല ഉപകാരം ഉണ്ടായിട്ടാ. പിന്നെന്താണ്, ഡോക്ടർ പറയുകയും ചെയ്തിട്ടാ, ഇത്രയും സപ്പോർട്ടുള്ള ഒരു ഫാമിലി, ഇത്രയും പേരൊക്കെ ഉള്ള ഇതിൽ എന്തിനാണ് ഷംലി ടെൻഷൻ അടിക്കേണ്ട ആവശ്യം, അത്രയും സ്നേഹമുള്ളൊരു കുടുംബം കൂടെ അല്ലേന്ന്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. സത്യമായിട്ടാ
എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട്, എനിക്കെന്നല്ല പിന്നെ മോളെ കാര്യമായാലും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു ബുദ്ധിമുട്ട്, എനിക്ക് ആ ഒരു കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ ഉമ്മച്ചി എന്ന് പറഞ്ഞ് കരയോ എന്നുള്ളത്. അവൾക്ക് ആകെയുള്ളൊരു സങ്കടം കുട്ടി വന്നപ്പോൾ കുട്ടീൻ്റെത് അതൊന്നല്ല, ഈ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറിവൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഉമ്മച്ചിക്ക് ബൂബു എന്ന് പറഞ്ഞ് നടക്കിയിരുന്നു. ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഷോണ് അപ്പൂസ് ഒക്കെ വന്നപ്പോൾ പിന്നെ ആളുടെ ഇതൊക്കെ മാറി ഫുൾ അവരായിട്ടുള്ള കളിയൊക്കെ ആയി. പിന്നെ വലിയൊരു പ്രശ്നമില്ല, എല്ലാവരും നല്ല അടുപ്പൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ഫാമിലീൻ്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ, അത്രക്കാണ്. പിന്നെന്താണ്, പിന്നെ പറയാനുള്ളത് ഡോക്ടറെ കാര്യം കേട്ടോ. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ആ ഡോക്ടറെ കുറിച്ചിട്ട്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരാളെപ്പോലെ ലേബർ റൂമിൽ നമ്മളെ ഡെലിവറി ടൈമിൽ നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് ഫുള്ള് സപ്പോർട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡെലിവറീൻ്റെ 3/4 ഭാഗം ഞാനത്രയും കുഴപ്പമില്ലാതെ പോയത് ഡോക്ടർ ഒരു ഇതോടും കൂടിയായിരുന്നു. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു സെർവിക്സ് ഒക്കെ നല്ല സോഫ്റ്റാണ്. PV നോക്കുമ്പോഴൊക്കെ പറഞ്ഞു സെർവിക്സ് സോഫ്റ്റാണ്, ഒരിക്കലും എപ്പിഡ്യൂറലൊന്നും എടുക്കേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, ഒരുപാടൊന്നും ബുദ്ധിമുട്ടി എടുക്കേണ്ടി വരില്ല എന്ന്. അവിടെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു, പെയിനും കാര്യങ്ങളൊക്കെ മാറിയ ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ റൂം മാറുക ചെയ്തത്. സ്യൂട്ട് റൂമിൽ നിന്ന് നേരെ വരുന്നത് പിന്നെ ഡീലക്സ് റൂമിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ റൂം ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ അമ്മമാരുണ്ട്, ഇപ്പോൾ എളീമമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി 2 എളീമമാരും ഉണ്ടായിരുന്നു. അവരിന്ന് രാവിലെ പോയിട്ടുള്ളൂ. അപ്പോൾ ഫെല്ലക്കുട്ടിനായിട്ടാണ് പോയത്. അവൾക്ക് നല്ലപോലെ ഫുഡൊക്കെ കൊടുത്ത് അവളെ കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവൾ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ല ആൾക്ക്. ബേബിൻ്റെ അടുത്തേക്ക് വല്ലാണ്ടൊന്നും വരണില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് വരും, നോക്കും, പോകും എന്നല്ലാണ്ട് വല്ലാണ്ടങ്ങോട്ട് അടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അവരിനിയിപ്പോൾ എളിമമാർ ഇനിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മമാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ റൂമൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല സൗകര്യമൊക്കെ ഉള്ള അടിപൊളി റൂമാണ്. സൂട്ട് റൂം എടുക്കുന്നവർക്ക് നേരെ പിന്നെ അവിടുന്ന് അഡ്മിഷൻ കിട്ടുന്നത് ഈ ഒരു ഡീലക്സ് റൂമിലേക്കാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ. പിന്നെ ഇതാണ് കേട്ടോ റൂമായിരുന്നു. ഇവിടെ ഒരാളും കൂടെ ഉണ്ട്, എലീമാണ്, ഉമ്മാൻ്റെ അനിയത്തിയാണ്. ഉമ്മാൻ്റെ അനിയത്തി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കഞ്ഞി ചെല്ലക്കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എലീമ എത്തിച്ചു തരും. ഉമ്മ നിങ്ങളെന്താ അന്തം വിട്ടിരിക്കണേ? ഇവിടെ ഇതാ ഒരു ഉമ്മ കുട്ടീനെ താരാട്ടാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ റൂമ്. നല്ല അത്യാവശ്യം സൗകര്യമുള്ള റൂമാണ്. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ കയറി വരുമ്പോൾ ഒരു സിറ്റിംഗ് ഏരിയ, പിന്നെ ഒരു ഫ്രിഡ്ജ് സൗകര്യമൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ. പിന്നെ മദറിനും ബേബിക്കുള്ള ബെഡ്, അവിടെ ഒരു ബെഡുണ്ട്, അവിടെ ഒരു ഷെൽഫ്. ഞങ്ങൾ ഇന്നലെ വന്നതാട്ടോ ഈ റൂമിലേക്ക്. പക്ഷെ ഇന്നിപ്പോൾ ക്ലീൻ ചെയ്യാൻ ആൾ വന്നപ്പോൾ അവർക്ക് അപ്രീസിയേഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. റൂം നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതെന്താ പറയുക, പല റൂമിലും ചെല്ലുമ്പോഴേ മൊത്തത്തിൽ അങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടാവും. പക്ഷേ നമ്മൾ ഇവിടെ അമ്മമാർ പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്ലീനിങ്ങിന് ആളുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം അവരെ ആശ്രയിക്കുന്നതും അവിടെ ഇവിടെ വലിച്ചു വാരിയിടുന്നൊന്നും ശരിയല്ലല്ലോ. അപ്പോൾ അവരെല്ലാം നല്ല സെറ്റാക്കി ക്ലീനാക്കിയിട്ട് കണ്ടപ്പോൾ അവർ ക്ലീൻ ചെയ്യുന്നവർ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഈ റൂം ഇത്രയും വൃത്തിയായിട്ട് ഇങ്ങനെ ഒരു റൂം ഇപ്പോഴാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്താണ്, പ്രത്യേകിച്ച് എലിമമാരിപ്പോൾ വരും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, കുറച്ചൊക്കെ, പിന്നെ അതിൻ്റെ ശേഷം ലഞ്ചിന് കുറച്ച് കഞ്ഞി കുടിച്ചു. ഇനിയിപ്പോൾ ഇതാ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഫെല്ലക്കുട്ടീനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഉമ്മ എൻ്റെ എളീമമാരെ കുറിച്ചിട്ട് പറയണം. ഉമ്മക്ക് അനിയത്തിമാരെ പോലെയാണെന്ന്. ഇവർ 4 പേരും ഇന്നലെ ഒരുമിച്ച് കിടക്കലോ ഫുള്ള് വൈബാക്കലായിരുന്നു രാത്രി. എൻ്റെ ഉമ്മ, പിന്നെ ഉമ്മ അതുപോലെ എൻ്റെ എളീമമാരും അവർ എല്ലാവരും കൂടി ഫുള്ള് ഇവിടെ ചില്ലായിരുന്നു. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവർ 2 പേരെയും. എപ്പോഴും എൻ്റെ അടുത്ത് പറയും, അവരെ കാര്യം സത്യം പറയാലോ, ഒന്നും പറയാനില്ല, എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്.
പറയും പ്രൗഡാണെന്ന്. കാരണം അവർ ഒരു എന്താ പറയുക ഒരു മടുപ്പും കൂടാതെ അവർക്ക് മക്കളുണ്ട്, 2 പേർക്കും അവിടെ മക്കളുണ്ട്, സ്കൂളിൽ പോകേണ്ടവരും ഒക്കെ ഉണ്ട്. എന്നിട്ടും അവരതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ ഫുൾ ടൈം ഇന്നലെ രാവിലെ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നത് മുതൽ പ്രസവത്തിൻ്റെ സമയത്തും ഇപ്പോൾ എലീമ മൂത്ത എലീമായിരുന്നു പ്രസവത്തിൻ്റെ സമയത്ത്. ആൾക്ക് കുറച്ചുകൂടി ധൈര്യമുള്ള ഒരാളാണ്, സനനൊക്കെ പോലെ തന്നെ നല്ല ഗഡ്സില്ല. എന്നിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ സമ്മതിച്ചിട്ടോ പാനിക് ആവാതെ കൂടെ നിന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങള് ഡോക്ടറെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ. ഡോക്ടർ അടിപൊളിയാണ്. ഡോക്ടർ ഒരു ധൈര്യം തരലുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കുറേയൊക്കെ ഇത് ഈസി ആയത്. കാരണം ഇപ്പം റെഡിയാവും എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു ഇനി അധികം സമയം. എന്താ ഒന്നാമത് ഈ ഡെലിവറി നമ്മള് ബേബി 2ാമത്തെ ആയതുകൊണ്ട് വേഗം പ്രസവിക്കുന്നതാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പിഡൂറലൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അവസാനം ഇപ്പൊ അവൾക്ക് മുക്കാൻ പറ്റണില്ല, ബേബി ഇറങ്ങണില്ല. ഉമ്മമാർക്ക് അതിനേക്കാളും ധൈര്യം. ഇമ്മക്ക് അവിടെ നിന്ന് ഭയങ്കര പുഷ് ചെയ്യലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്താ വെച്ചാല് ഞാൻ ആദ്യം ഇവര് നിക്കണുണ്ടപ്പോ ഞാൻ വിചാരിച്ചു കയറി നിക്കണൊക്കെ ഉണ്ട് പഠിച്ചോലെ കുറച്ച് കഴിയുമ്പോ ഒക്കെ ധൈര്യം ഇല്ലാത്തത് എന്റെ ഉമ്മാക്ക് മാത്രമാണ്. അമ്മ കേറിയിട്ടില്ല. എലീമ ഉമ്മ പിന്നെ നാത്തൂന് വന്ന് ഇവരെ 3 ആളും നല്ല അത്യാവശ്യം നല്ല ധൈര്യവതികളാണ്. അവര് നാത്തൂനെ ഫുള്ള് സപ്പോർട്ടാണ്. അവളും കൂടെ വന്ന് അവളെ സപ്പോർട്ട് കൂടെ കിട്ടിയപ്പോ പിന്നെ ഒന്നുകൂടെ ഈസി ആയി. ഇല്ല അവള് ഇപ്പൊ അതപ്പോ ഞങ്ങളിങ്ങനെ വീഡിയോ പറയുന്നു ഡോക്ടർ എടുത്ത് പറയണ തന്നെയാണ് നമ്മളൊരു ഫാമിലിയിലെ മെമ്പറിനെ പോലെ. അത് അപ്പൊ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണല്ലോ. ടെൻഷൻ അടിപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ പ്രസവിക്കാൻ കിടക്കുന്ന ആൾക്കും അതെ ശരിയാണ്, ഡോക്ടേഴ്സിനും സ്റ്റാഫിനും ഒക്കെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴ് അങ്ങനെയൊന്നും ചോദിച്ചില്ലല്ലോ. എപ്പോഴും എടുത്താൽ മതിയായിരുന്നു. ലാസ്റ്റ് എത്തിയപ്പോ ഞാൻ ഭയങ്കരായിരുന്നു എപ്പിഡോറിയൽ മതിയായിരുന്നു. 1-2 മണിക്കൂറൊക്കെ സാധാരണ അത്രയും പെയിൻ ഏകദേശം 2 മണിക്കൂറോളം. എന്നാലും ഞാൻ ഇനി ഒരുപാട് ടൈം എടുക്കുമെന്ന് വിചാരിച്ചിട്ടാ. എന്തായാലും വിചാരിച്ചതിനേക്കാളും എളുപ്പമായി. എല്ലാരും ഇവിടെ ഉമ്മാനോടൊക്കെ ചോദിച്ചിരുന്നു എത്ര രാവിലെ വന്നിട്ടല്ലേ ഉള്ളൂ പ്രസവിച്ചോന്നൊക്കെ. 4 മണിക്ക് ശേഷമാണ് പെയിൻ വന്നിക്കണത്. എന്തായാലും ഒക്കെ പെട്ടെന്നായി അൽഹംദുലില്ലാ. ആദ്യത്തെ 2ാമത്തെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇട വന്നിക്കണേ. വെല്ലമ്മ ഇതാരെ കൂടെ വന്നിക്കണ്? ആരൊക്കെയാണ്? ഷിയണ്ടാ ഇവിടെ ചിരിക്കണ്. ബേബിനെ കണ്ട മുന്നോ നല്ല പച്ചോനെ ബേബി ഇതൊക്കെ എടുക്കണ്. ആര് ബേബിയാണ്? എല്ലന്റെ ബേബിയാ? ചിരിക്കണത് ബേബിനെ വേണം എനിക്ക്. വലൈക്കും അസ്സലാം. നമ്മളെ ജസീല മാം എന്തെല്ലാം വിശേഷം? തൊടണല്ലോട്ടോ ബേബിനെ. തൊട്ടു തൊട്ടല്ല തനുവിനോട് തൊടാന്. തനു തൊട്ടു. ഞാര തൊടണ്ടേ? ഉമ്മനോട് തൊടാന്. ഉമ്മ തൊട്ടു. ഞാന് തൊടണോ? ആരാ തൊടണ്ടേ? അമ്മമ്മനോട് തൊടാൻ പറയും. തോടെ ബേബിനെ തോട്. ആര ബേബിയാ? ആര ബേബിയാ? ആര ബേബിയാ? തൊട്ടോ. ഇത് ഫിയന്റെ ബേബി
നല്ല ഇഷ്ടായ ബേബിനെ. ഇതാ വന്നിരിക്കുന്നു ഫുഡുമായിട്ട്. ഇത് പുറത്ത് വാങ്ങിച്ചതല്ലേ, ഞാൻ വിചാരിച്ചു നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാന്നു. ഇത് എവിടുത്തതാണ്? എന്തേ വാങ്ങി? ബിരിയാണി തിന്ന പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു ദിവസം 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഡയറ്റീഷ്യൻ വന്നിരുന്നു, അപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മതി എന്നാണ്. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട് ക്യാൻറ്റീനിൽ. അതന്നെ അത് ഡോക്ടർ പറഞ്ഞു റെഡി ആയിക്കോളും. പിന്നെ ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് വർക്കൗട്ടൊക്കെ പറഞ്ഞന്ന് ആ ഒക്കെ ചെയ്യാൻ പറഞ്ഞിക്കണ്, നടക്കാൻ പറഞ്ഞിക്കണ്. വയറ് റെഡിയാവും. പിന്നെ എടുക്കാൻ സമ്മതിക്കണില്ലാന്നു. ആ ഞാൻ എടുക്കുമ്പോഴേക്ക് കരയാണ്. അല്ല ഞാൻ കുട്ടീനെ എടുക്കുമ്പോ അവള് കരയാണ്. ആ ഭക്ഷണം കഴിക്കാൻ വിശക്കുണ്ട്. കുഞ്ഞാവുമ്പോട്ടാണ് കുട്ടിയാണ്. ഒരവ്വെടുത്താ ബേബി ഞാൻ കയ്യിലൊന്ന് അവ്വെടുത്താണ്. ബേബിയാ കുഞ്ഞ കയ്യിൽ ഒന്ന് കൊടുക്കണം. അപ്പൊടുക്ക് തലമ്പലൊക്കെ തോണ്ടി അപ്പൊടുത്തൊക്കെ കൈ പിടിച്ചിട്ട് തോണ്ടിയാല തോണ്ടി ഒന്ന് കൊടുത്താല് കൊത്താല് തോണ്ടി കളിക്കാണ്. അവടുക്ക് പൊന്നുവാ അതോ അവിടെ മറിയണമ്മ മറിയണൊക്കെ കളിക്കാൻ. കുഞ്ഞിത്താത്ത ഉണ്ട് പൊന്നെ, ദേശീയത്തി കുഞ്ഞിത്താത്ത. അത് കുഞ്ഞിത്താത്ത തരണമ്മ തോണ്ടിയാൽ തോണ്ടി തോണ്ടി നടക്കിടക്ക് വന്ന് തോണ്ടിട്ട് തോണ്ടല് കൂടു കുഞ്ഞാ താത്ത തോണ്ടല് കൂടുക. എന്നോട് കൊടുക്കാന് ഞാനാ കൊടുക്ക്. ഉമ്മച്ചി അവിടെ വന്ന് കൊടുക്കാൻ വയ്യ. ഉമ്മച്ചി ഫ്ലൈങ് കിസ് കൊടുക്കാം. ആയ് തോണ്ടി തോണ്ടി. ആരാ തോണ്ടിയത്? ആരാ തോണ്ടിയത് കുട്ടിനെ? പിയ പിയ ബേബിന്റെ തൊട്ടിയില് അത് എടുക്കണ്. എടുക്കണോക്കെ പോകണേ. ടാറ്റാ അല്ല അല്ല ടാറ്റാ. കൈനട്ടാണ് ഡ്രസ്. ഇന്ന് കുറേ പേര് കുട്ടീനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതിലിപ്പോ നമുക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് വന്നത് ഉമ്മാന്റെ ബ്രദറിൻ്റെതും പിന്നെ അതുപോലെ തന്നെ വേറെ ആരംഭം കൊണ്ടുവന്നത് ഉമ്മാന്റെ താത്ത വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓരോരുത്തരെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കലുണ്ട്. ഇത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. ഹായ്, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട കളർ തന്നെ ഫസ്റ്റ് തന്നെ. പാപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ട കളറ് യെല്ലോ. എനിക്ക് സംഗീതം കുട്ടിക്കല്ലേ ക്ഷമ കണ്ട് കിട്ടണില്ലേ. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാന്. കുഞ്ഞു ഉടുപ്പ്, അതിലേക്കൊരു ട്രൗസേഴ്സ്, പിന്നെ ഇത് പിന്നെ സെറ്റാണ് അല്ലേ. ഇതിലേക്ക് ട്രൗസറും വരുന്നുണ്ട്. പിന്നെ നല്ല കുട്ടി ഒരു
ക്യാപ്പ് ഇതിന്റെ ഏതിന്റെ കൂടെ ഉള്ളതാ? സോക്സ് ഉണ്ടല്ലോ ഇതില്. ക്യാപ്പിന്റെ കൂടെ സോക്സും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്തോ ക്യൂട്ടാലേ. ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. വൈറ്റും യെല്ലോ. ഫസ്റ്റ് ഗിഫ്റ്റ് തന്നെ എന്തായാലും പൊളിച്ചു. അടുത്തത് വൈറ്റ്. വേറെ ടൈപ്പ് നല്ല രസമല്ലേ? വൈറ്റും കൂടെ അതിൽ നല്ല ഭംഗിയുണ്ട്. തമിഴ്നാടായിരിക്കില്ലേ? അതേപോലെ ഒരു സെറ്റ് പാൻറ്റും ഇങ്ങനത്തെ കിട്ടുന്നത് നല്ല പിന്നെ നല്ല കംഫർട്ടബിൾ ആവും എടുത്തിട്ടാവുമ്പോൾ. ഫസ്റ്റ് ഗിഫ്റ്റ് വന്നത് ഷിനുവിൻ്റെതായിരുന്നു കേട്ടോ. അത് ഡ്രസ്സല്ല, ചോക്ലേറ്റ് അത്ര ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അത് പൊട്ടിക്കലും നിന്നലൊക്കെ കഴിഞ്ഞു തോന്നുന്നു അല്ലേ? എന്ത് ചോക്ലേറ്റ് സെലിബ്രേഷനോ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ അത് ഫസ്റ്റ് ഗിഫ്റ്റ്, ഇത് ഫസ്റ്റ് ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഇഷ്ടമായി. ഇട്ടുകൊടുക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഇത് പെട്ടെന്ന് ഇട്ടുകൊടുക്കട്ടാ. ഇത് ചെറുതാണ്, കുറച്ചൊരു വലിപ്പമുണ്ട്, ഇത് കുറച്ച് ടൈം. സ്വീറ്റ് ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളവിടെ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് സെലിബ്രേഷനൊക്കെ അറേഞ്ച് ചെയ്യും കേട്ടോ. അപ്പോൾ ഗേൾ ബേബി ആണെന്നുണ്ടെങ്കിൽ പിങ്ക് ബലൂണും അതുപോലെ തന്നെ ബോയ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ബലൂൺസൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു കേക്ക് കട്ടിങ്ങും ഉണ്ടായിരിക്കും. നമുക്കൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ്, നഴ്സിംഗ് സ്റ്റാഫ്സ്, മറ്റ് സ്റ്റാഫ്സ്, സൂപ്പർവൈസേഴ്സ്, HR അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ എക്സ്പീരിയൻസും ഞാൻ എൻ്റെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മെഡിക്കൽ സ്കൂളിലെ ഡോക്ടർ അൽത്താഫ്, ഞങ്ങളുടെ വാർഡ് ഹാർമോണ്, ഞങ്ങളുടെ ഹെഡ് ഓഫ് ഓപ്പറേഷൻ അല്ല HR ഉണ്ട്. ജയശ്രീ സിസ്റ്റർ പരിചയമുണ്ടാവില്ലേ? ഓക്കെ ഫൈൻ. ഞങ്ങളുടെ ഫ്ലോർ സൂപ്പർവൈസേഴ്സ് എല്ലാവരും ഉണ്ട്. ഓക്കെ ഫൈൻ. നിങ്ങളെ ഞങ്ങളുടെ ഈ അനുഭവം, നിങ്ങളുടെ അനുഭവത്തെ കുറിച്ച് നിങ്ങളെന്നെ ഒന്ന് പറയും. എന്താ വെച്ച് കഴിഞ്ഞാല് ഷംലീനയുടെ ഭാഗത്തുനിന്നും ഫാമിലിയുടെ ഭാഗത്തുനിന്നും വളരെ നല്ല കോപ്പറേഷൻ ആയിരുന്നു. ഇപ്പൊ എല്ലാ സമയത്താണെങ്കിലും ഇപ്പൊ ഡെലിവറിക്ക് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴാണെങ്കിലും അഡ്മിഷൻ ആയ ശേഷമാണെങ്കിലും ഡ്യൂറിങ് ഡെലിവറി ആണെങ്കിലും നല്ല സപ്പോർട്ടീവായിരുന്നു. ഷംലീന ആണെങ്കിലും എല്ലാം മനസ്സിലാക്കുന്ന ഒരാളും, പിന്നെ അതുപോലെ ഫാമിലി ഇപ്പം ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല ആ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ സ്വീറ്റ് ഡെലിവറിയിൽ നമുക്ക് ഹസ്ബൻഡ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഷംലീന ഹസ്ബൻഡ് ഇല്ലാത്ത സ്വീറ്റ് ഡെലിവറി ആദ്യമായിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഷംലീനയുടെ മദർ എല്ലാവരും ഒപ്പം തന്നെ ഉണ്ടായത്. എളീമ അങ്ങനെ കുറെ ആളുകൾ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഡെലിവറി സമയത്ത്. അപ്പോൾ അതുകൊണ്ട് വളരെ സപ്പോർട്ടീവായിരുന്നു എല്ലാവരും. നമുക്കാണെങ്കിൽ സ്റ്റാഫിന് നമുക്ക് കുറച്ചും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു എല്ലാവരും. ശരിക്കും പറഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരുന്നു കേട്ടോ. ഡോക്ടറും സിസ്റ്റേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലായിരുന്നു. നമ്മള് കൂടുതൽ പാനിക് ആക്കാതെ ടെൻഷൻ എടുപ്പിക്കാതായിരുന്നു. അവർ ഫുള്ള് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതിന് ശരിക്കും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ രണ്ട് ഉമ്മമാര് എന്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ഗൾഫിലായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. അവിടെ കണ്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ്. നല്ല അടിപൊളിയായിരുന്നു. പ്രത്യേകം നല്ല നമ്മുടെ നാട്ടിലെ സ്യൂട്ട് റൂം പറഞ്ഞാൽ സ്യൂട്ടായിട്ടുള്ള. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്ത ശേഷം നമ്മൾ ഡിസ്ചാർജ് ആയിരുന്നു കേട്ടോ പിറ്റേ ദിവസം. അതിന് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ വാച്ച് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി ഭാഗങ്ങളായിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.